അനുമോൾ എന്തോ അതെ കണ്ടോളൂ, നിങ്ങൾക്കുള്ളതാട്ടോ. ഭയങ്കര സന്തോഷം, പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നിങ്ങളോട് ഒരുപാട് നന്ദി സന്തോഷമൊക്കെ അറിയിക്കുക കേട്ടോ, സ്നേഹവും. കാരണം നിങ്ങള് ട്രിവാൻഡ്രത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ചെന്നൈയില് എനിക്കറിയാം കുറെ നാളായിട്ട് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാണെന്ന്, നമ്മളെല്ലാരെയും കാത്ത്. അപ്പം എന്തായാലും കാണാവോ? അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ കണ്ടുപിടിച്ചല്ലേ? 100 ദിവസത്തിൽ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കാണ്. 100 അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. അതൊക്കെ പറയാം, സമയമുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ട്. വീട്ടില് എല്ലാരും പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടുത്തെ സംസാരിക്കുകയായിരുന്നു. വിളിക്കാത്തവരും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നെ. എന്താന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. ഞാനും ശരി അങ്ങനെയുണ്ട്. അതെ അതെ, അതൊക്കെ ഞാൻ കണ്ടു. ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേജൊക്കെ തന്നെയാണ്. സത്യമാണ്, സോഷ്യൽ മീഡിയയിലും മൊത്തം അനുമോന്റെ വീട്, അനുവിന്റെ നാട്, അനുവിന്റെ വിജയം, അച്ഛൻ, അമ്മ, ഇവിടുത്തെ എങ്ങനെ നോക്കിക്കാവുന്നു ഇങ്ങനെ സന്ദർഭം ജീവിതത്തില് വിചാരിച്ചിട്ടുണ്ടായി? എനിക്ക് ആഗ്രഹമുണ്ട്, നാടിനൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഇടയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി, നാട്ടുകാർക്കും ഒപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കൊരു ഓസ്കാർ കിട്ടിയതുപോലെയാണ്. സീരിയസ്ലി എനിക്ക് ഒരു ഓസ്കാർ കിട്ടി, അത് ലാലേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന ഭാഗ്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പിസോഡ് കാണില്ലേ? ലൈവ് കാണാറുണ്ടായിരുന്നില്ലേ? ഈ 100 ദിവസം നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് അപ്പോഴുള്ളത് വേറൊരു കാര്യമാണ്. 100 ദിവസം നിന്ന് അവിടെ സർവൈവ് ചെയ്യാൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അത്രയും പുറമെ നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല, അതൊരു പ്രഷർ കുക്കറിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഒരുപാട് രീതിയിൽ ആൾക്കാർ ഒറ്റപ്പെടുത്തി എല്ലാരും ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ, അതുകൊണ്ട് ആ ഒരു ഗെയിമൊക്കെ തരണം ചെയ്താൽ ആ 100 ദിവസം എങ്ങനെ അവിടെ കഴിഞ്ഞു? അടിപൊളിയായിട്ട് നിന്നു. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഫുള്ള് ഞാൻ അങ്ങനെ പറയുന്നില്ല. നന്നായിരുന്നു, ഗെയിമിന്റെ ഭാഗത്ത് എല്ലാവരും നന്നായിട്ട് കളിച്ചു. 25 പേര് നന്നായിട്ട് കളിച്ചു, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ടാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ എന്താ, എന്നിട്ട് കളിക്കാൻ പറ്റി, വിൻ ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളെ കാണുന്നതാണല്ലോ പ്രോഗ്രാമിലൊക്കെ. അപ്പം നമുക്ക് തരുന്ന ഓഡിയൻസ് തരുന്ന ഒരു സ്നേഹമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതല്ലാണ്ട്. അപ്പം ആ ഒരു സ്നേഹവും പ്ലസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്നെ എന്റെ പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് കുറച്ചും കൂടി. അത് അമ്മമാരും കുട്ടികള്, അച്ഛന്മാര്, പോട്ടെ പയ്യൻസൊക്കെ ഭയങ്കര ബഹളമൊക്കെ വീട്ടില്. അനുജയിക്കും, അല്ല ഒരാൾ പറയില്ല അനീഷായിരിക്കും, അല്ല അനുജയിക്കും. അപ്പൊ ഒരു കുഞ്ഞു പറയുക, അമ്മ പറയുക നിന്നെ അനു പോയി, ഇല്ല അമ്മ അങ്ങനെ പറയരുത്. അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇല്ല കണ്ടില്ല. ആണോ? എനിക്കില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ കണ്ടില്ല. കാണണം, അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം തോന്നും. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇനി ഇപ്പോഴും അറിയാത്ത ആൾക്കാരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ലോകമെമ്പാടുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് സ്നേഹവും, ഒരുപാട് സ്നേഹം, നന്ദിയില്ല, സ്നേഹമാണ് കേട്ടോ, സ്നേഹം മാത്രം. അതേ പിന്നെ പറയാം, എന്തായാലും നിങ്ങൾ ഈ എന്താ പറയുക, ഇത്രയും ദൂരം നിന്നൊക്കെ വന്നത് ഒത്തിരി സന്തോഷം, നന്ദി കേട്ടോ. ഞാൻ പറഞ്ഞ ഓസ്കാർ തരുന്നവര് തോന്നി എനിക്ക്. ശരിക്കും ലാലേട്ടനൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മളെപ്പോഴും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും നമ്മൾ TV കൂടെ കാണുന്നത്. പിന്നെ അടുത്ത് വരുമ്പോഴൊക്കെ ശരിക്കും എനിക്ക് പേടിയായിരുന്നു. പിന്നെ പുള്ളി അടുത്ത് നിൽക്കുമ്പോൾ എന്തോ എനിക്കറിയില്ല, എനിക്കറിയാം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പോഴും എനിക്കറിയായിരുന്നു റൈറ്റ് സൈഡിലാണല്ലോ എപ്പോഴും വിന്നർ നിൽക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഞാൻ ചിലപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്. സന്തോഷം, അത് കിട്ടിയാലും സന്തോഷമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ ചിരിച്ചു നിന്നത്. പെട്ടെന്ന് കൈയെടുത്ത് നോക്കിയപ്പോൾ ഞാനോ എന്നുള്ള രീതിയിലായി. പക്ഷെ ആ ഉള്ളിൽ നടന്ന കൈ പൊക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച്
കൈയടിച്ചു, എല്ലാവരും ഒരുമിച്ച് എണീച്ച് നിന്നു, clap ചെയ്തു. അതെ, ഭയങ്കര സന്തോഷം. feel ആയിരുന്നല്ലേ അത്? സന്തോഷം, പ്രൗഡ് തോന്നി എനിക്ക്. കാരണം ഇതൊക്കെ ലൈഫിൽ എന്താ പറയണ്ടേ, അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിന്റെ ഈ ജേണിയിൽ ഫാമിലിനെ ഓർക്കുമ്പോൾ അച്ഛൻ, അമ്മ, ചേച്ചി ഇവരൊക്കെ എങ്ങനെയാണ്? എന്തായാലും അല്ല, അവരവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതിനോട് ഏറ്റവും വലിയ ബലം മതി, അവിടെ തന്നെ. അതല്ല, ഇത് വലിയൊരു കാര്യമാണ്. അതിനോട് ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ എന്നോട് കൂട്ടുകാരായിരുന്നു. യാസ്ക, അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും, ചേട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും, എന്റെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ എല്ലാം നോക്കിക്കൊണ്ടോണ്ട് ഇരിക്കുകയായിരുന്നു. അത് കാണാൻ ഭയങ്കര സന്തോഷം. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴാണ് എന്നെ ഇതുവരെ നമ്മളിപ്പം ഇതൊരു മത്സരം പോലെ ആയിരുന്നല്ലോ, അപ്പൊ ഒരു മത്സരം തന്നെയായിരുന്നു. ഈ മത്സരത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥിക്കും. അവിടെ വീട്ടില് കുട്ടിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വേറൊരു സന്തോഷമുണ്ട്, ബിനീഷ് ബാസിന് അവസാനം പെണ്ണ് കിട്ടി. രാവിലെ വിളിച്ചാൽ പറഞ്ഞു. അതിന് നേരത്തെ ആ പെണ്ണുണ്ടായിരുന്നു തന്നെ, ആ പെണ്ണ് തന്നെ കിട്ടുന്നത്. ഞാൻ അടിച്ചു പൊളിക്കാൻ നോക്ക്. അപ്പൊ ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തുടക്കമാണ് അനുമോൾ. നമുക്ക് ഇരുന്ന് സംസാരിച്ചല്ലോ. വേണ്ട, ബാക്കി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ബാക്കി അപ്പൊ സന്തോഷം. നിങ്ങൾ വന്ന് 1 2 3 4